നമസ്കാരം. പയ്യന്നൂർ തൊട്ട് മംഗലാപുരം വരെയുള്ള ചെറിയൊരു ട്രെയിൻ യാത്ര നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? മീശയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഓഞ്ഞ ലുക്കായിരിക്കും, ഒന്നും പറയരുത്. ഇനി കുറച്ച് നാളത്തെ വീഡിയോയിൽ എനിക്ക് മീശ ഉണ്ടാവില്ല ഗൈസ്. അതിൻ്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞൊരു 2 ദിവസം മുമ്പ്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മീശ പോയ കാരണം അറിയണമെങ്കിൽ നിങ്ങൾ ആ ഷോർട്സ് കണ്ടാൽ മതി കേട്ടോ. മംഗലാപുരത്തേക്ക് എന്തിനാണ് പോകുന്നത് വെച്ചാൽ ഇന്നത്തെ ഡേറ്റ് ഫെബ്രുവരി 1 ഇന്നാണ് നമ്മുടെ പാലക്കാട് ഡിവിഷൻ്റെ ആദ്യത്തെ LHB ആയിട്ടുള്ള ട്രെയിൻ ഓടാൻ വേണ്ടി തുടങ്ങുന്നത്. വേറെ ഏത് വണ്ടിയല്ല, നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ഇന്ന് തൊട്ട് ഫെബ്രുവരി 1 തൊട്ട് LHB ആയിട്ട് ഓടാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിൻ്റെ ഫസ്റ്റ് LHB റണ്ണിന് കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മംഗലാപുരത്തേക്ക് പോകുന്ന വണ്ടി നമ്മുടെ കണ്ണൂരിൽ നിന്ന് SBC KSR ബംഗളൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ്സിനാണ്. അതിന് സ്ലീപ്പറിന് ഞാൻ കറണ്ട് അവൈലബിലിറ്റി കണ്ടുവന്നിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. എറണാകുളത്തിൻ്റെ WDG4 ആണ് കേട്ടോ, അത് 126-10 നമ്പർ. നമ്മുടെ ഷൊർണൂർ മംഗലാപുരം ആ ഒരു സ്ട്രെച്ച് 110-ന്ന് 130-ലേക്ക് സ്പീഡ് അപ്ഗ്രഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണികൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ട്രാക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ മാറ്റി വെക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതായിരിക്കണം ഇത് കണ്ടിട്ട്. ഒരു G12 നല്ല സ്പീഡിൽ ഇങ്ങ് വരുന്നുണ്ട്, ഒരു BCNA ഫ്ലൈറ്റുമായിട്ട്. ഇനി ഇവിടെ പയ്യന്നൂരിൽ വരാനുള്ള വണ്ടി 161-59 ചെന്നൈ എഗ്മോറിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന വണ്ടി ഇവിടെ എത്തിയിട്ടില്ല. അത് 4:20 ഇവിടെ എത്തേണ്ട വണ്ടിയാണ്. വണ്ടി 1 മണിക്കൂറിന് മേലെ ലേറ്റാണ്. ഇപ്പോൾ ഏഴിമല ഡിപ്പാർട്ടായിട്ടുണ്ട് ആ വണ്ടി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ പയ്യന്നൂർ എത്തുമായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടി ഇവിടെ പയ്യന്നൂരിലേക്ക് വരേണ്ടത്. അത് പാപ്പിനിശ്ശേരിക്ക് കഴിഞ്ഞു. പിന്നെ ഇവിടെ വരേണ്ട വണ്ടി ഓക്ക എറണാകുളം എക്സ്പ്രസ് ആണ്. അതും ഏകദേശം നമ്മുടെ വണ്ടി ഇവിടെ എത്തുന്ന അതേ ടൈമിലാണ് ഇവിടെ എത്തുമെന്ന് ഇപ്പോൾ കാണിക്കുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ചെന്നൈ എഗ്മോർ മംഗലാപുരം എക്സ്പ്രസ് വരുന്നത്. അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. കുറേ പേരൊക്കെ മംഗലാപുരത്തേക്ക് ആ വണ്ടിക്ക് കയറി പോകുമായിരിക്കും. പിന്നെ പകുതി മുക്കാൽ പേരും ബാംഗ്ലൂരിൻ്റെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് മറ്റേ ബാംഗ്ലൂർ എക്സ്പ്രസ്സിന് കയറാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കും. എന്തായാലും ജനറലിന് തിരക്ക് കുറയും, കാരണം 2 വണ്ടി അടുപ്പിച്ചാണ് വരുന്നത് ഇവിടെ പയ്യന്നൂരിലേക്ക് മംഗലാപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. നേരത്തെ ഈ ഒരു BRNA ഫ്ലൈറ്റായിട്ട് വന്ന ലോക്കോ ഇത് ഫ്രണ്ടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് റിവേഴ്സ് അടിച്ചിട്ട് പോവുക. ഒരു മണിക്കൂർ 8 മിനിറ്റ് ലേറ്റായിട്ട് ചെന്നൈ എഗ്മോർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് വരുന്നുണ്ട്. ഈ റോഡിൻ്റെ ഒരു WP7 ലോക്കോ 39-446 നമ്പർ. ഗുജറാത്തിൽ ഓക്കയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഓക്ക എറണാകുളം എക്സ്പ്രസ് വരുന്നുണ്ട്. ഹൈറേസ് പാൻഡോഗ്രാഫൊക്കെ അങ്ങ് പൊക്കി വെച്ച് അങ്ങ് ഒരു WP7 വരുന്നുണ്ട്. കോച്ചിൻ്റെ ഒക്കെ അവസ്ഥ ഭയങ്കര ദയനീയമാണല്ലോ. മൊത്തം ഇങ്ങനെ പുക പിടിച്ചതുപോലെയായി, ചളി ഇങ്ങനെ പിടിച്ചതാ. കഴുകാറൊന്നും ഇല്ലാന്ന് തോന്നുന്നു.
തിരുവനന്തപുരം ഡിവിഷനെ വണ്ടി വൃത്തിയാക്കി കൂടെ. മൊത്തം ഇങ്ങനെ എന്താ പറയണ, ചുവപ്പ് കളറ് കറുത്ത കളറ് പോലെയായി LHBയുടെ. ഈ കാണുന്ന S10 കോച്ച് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതൊരു 2022 നിർമ്മിച്ച കോച്ചാ. ഇത് അത്യാവശ്യം വൃത്തിയുണ്ട്, എന്നാലും ചെളിയാ കണ്ടോ. ഇത് മറ്റേ പാൻ മസാലയൊക്കെ തിന്നിട്ട് പുറത്തേക്ക് തുപ്പിയിടുന്ന അതിൻ്റെ കറയാണ് ഇവിടെ കാണുന്നത് കണ്ടോ. ഈ ഒരു സൈഡിലൂടെ കാണുന്നുണ്ടോ, ഇങ്ങനെ ആ വിൻഡോയിലൂടെ പുറത്തേക്ക് തുപ്പുന്നതാ മറ്റേ പാൻ മസാലയും അതും ഇതൊക്കെ കഴിച്ചിട്ട്. ഈ ഞാൻ പറയുന്നില്ല, അവന്മാർ അതിൻ്റെ കറ കണ്ടോ ഇവിടെ പിടിച്ചിട്ട്. 5:29 പയ്യന്നൂർ എത്തണ നമ്മുടെ കണ്ണൂർ KSR ബംഗളൂരു എക്സ്പ്രസ് ഇത് 5:42 ആയപ്പോൾ പതുക്കെ വരുന്നുണ്ടേ. ഒരു WP4 ആണ് അതിൻ്റെ ലോക്കോ. മംഗലാപുരം വരെയാണ് ഈ WP4 ഉണ്ടാകുന്നത് കേട്ടോ, കണ്ണൂർ ടു മംഗലാപുരം. ഇതിൻ്റെ ജനറലൊക്കെ അത്യാവശ്യം ഫുള്ളാണല്ലോ. എൻ്റേത് S2 ആണേ. എനിക്ക് S2ൽ 63 സൈഡ് ലോവറാണ് കിട്ടിയത് കേട്ടോ. കറണ്ട് അവൈലബിലിറ്റി എടുത്തതാണ്. 83 സീറ്റ് എങ്ങാനും വേക്കൻ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തൊന്നും ആരുമില്ല. ഇനി കാഞ്ഞങ്ങാട്, കാസർഗോഡ് ആ ഒരു ഭാഗത്തുനിന്ന് വണ്ടി ഏകദേശം ഫുള്ളാവും. അങ്ങനെയാണ് ഈ വണ്ടി ഓടുന്നത്. പയ്യന്നൂരിൽ നിന്ന് അങ്ങനെ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. സമയം ഇപ്പം 5:44 കഴിഞ്ഞു. ഇനി നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ് നീലേശ്വരമാണ്. നീലേശ്വരം, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, അത് കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരം സെൻട്രൽ വെച്ചിട്ട് ഈ വണ്ടിക്ക് ലോക്കോ റിവേഴ്സലും ട്രാക്ഷൻ ചേഞ്ചും ഉണ്ട്. ഇനി മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂർ വരെ ഈ വണ്ടീനെ ഡീസൽ ലോക്കോയാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ സ്പീഡൊക്കെ കുറഞ്ഞു, പതുക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ ചെന്നൈ എഗ്മോർ മംഗലാപുരം ഇല്ലേ, അതുകൊണ്ടാണ് ഇത് കടന്നു വിരട്ടുന്ന. ബാക്കിൽ നമുക്ക് സിഗ്നൽ റെഡാണ് ഉള്ളത്. അങ്ങനെ ഒരു 5-6 മിനിറ്റ് തൃക്കരിപ്പൂർ സ്റ്റേഷൻ്റെ ഹോപ്പ് സിഗ്നലിൻ്റെ അവിടെ പിടിച്ചിട്ടിട്ട് ഇപ്പം വണ്ടി ഡിപ്പാർട്ട് ആയിട്ടുണ്ട്. വണ്ടി സ്പീഡ് എടുക്കുന്നേ ഇല്ല കേട്ടോ. പതുക്കെ ഇങ്ങനെ പോവുക. ഇവിടെയൊക്കെ ട്രാക്കിൻ്റെ പണി നടക്കുന്നുണ്ടാണ്. ആ ഒരു സൈഡിലൊക്കെ ട്യൂബ് ലൈറ്റ് കെട്ടിയിട്ടുണ്ടാവും. രാത്രിയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റൊക്കെ കെട്ടിയിട്ടുള്ളത് കേട്ടോ.
5:50 നീലേശ്വരം കയറാൻ നമ്മൾ 6:15 ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് നീലേശ്വരം. അങ്ങനെ നീലേശ്വരത്ത് നമ്മുടെ വണ്ടി ഡിപ്പാർട്ടായി. സമയം 6:19 കഴിഞ്ഞു കേട്ടോ. സൂര്യനൊക്കെ അസ്തമിച്ചും തോന്നുന്നു. ഇപ്പോൾ വെളിച്ചമൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇനി കാഞ്ഞങ്ങാടൊക്കെ എത്തുന്ന സമയത്ത് ഏകദേശം ഇരുട്ടായി തുടങ്ങും. അടുത്ത സ്റ്റേഷനായ കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ട് നമ്മൾ. 5:58 എത്തേണ്ടത് 6:30 ഇവിടെ എത്തിയത് കേട്ടോ. അരമണിക്കൂറിൻ്റെ മേലെ ഡിലേ വന്നു. കാഞ്ഞങ്ങാട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ വന്ന വണ്ടി മംഗലാപുരം സെൻട്രലിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്ന പാസഞ്ചറാണ്. 56704 നമ്പർ. നമ്മൾ പോകുന്ന ഈ വണ്ടിയുടെ നമ്പർ 16512 എന്നാണ്. KSR ബംഗളൂരു എക്സ്പ്രസ് എന്നാണ് ഈ വണ്ടിയുടെ പേര്. ഈ വണ്ടി ഡെയിലി കണ്ണൂരിൽ നിന്ന് വൈകുന്നേരം 5:05 എടുത്തിട്ട് അടുത്ത ദിവസം രാവിലെ 6:35 ആവുന്ന സമയത്ത് KSR ബംഗളൂരിലെത്തും. ഏകദേശം 500 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 13 മണിക്കൂർ 30 മിനിറ്റാണ് ഈ വണ്ടി എടുക്കുന്നത്. നമ്മുടെ കണ്ണൂരിൽ നിന്ന് യശ്വന്ത്പൂർ പോകുന്ന വേറെ വണ്ടിയുണ്ട്, പാലക്കാട് വഴി പോകുന്നത്. ആ വണ്ടി ഏകദേശം 13 മണിക്കൂർ 45 മിനിറ്റാണ് എടുക്കുന്നത്. പക്ഷേ രണ്ടും തമ്മിൽ എന്താ പറയണ്ടേ, കിലോമീറ്റർ നല്ല ഡിഫറൻസ് ഉണ്ട്. ആ വണ്ടിക്ക് സ്റ്റോപ്പ് കുറവായതുകൊണ്ട് നല്ല സ്പീഡിൽ അങ്ങ് പോകും. നമ്മുടെ വണ്ടി പതുക്കെ ഉരുട്ടി പോകുന്നതുകൊണ്ട് ഇത്രയും ടൈം എടുക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് വേ എന്ന് പറയുന്നത്, ബാംഗ്ലൂർ പോകാനുള്ള ഷോർട്ടസ്റ്റ് വേ എന്ന് പറയുന്നത് മംഗലാപുരം വഴിയാണ്. മംഗലാപുരം ഹാസൻ വഴി. 6:13 കാസർഗോഡ് എത്തേണ്ട നമ്മൾ 6:52 ആയപ്പോൾ ഇവിടെ എത്തി കേട്ടോ. 16512 കണ്ണൂർ SMVT ബംഗളൂരു എക്സ്പ്രസ് എന്ന പേര് കൊടുത്തിട്ടുള്ളത്. കാരണം കുറേ നാളിപ്പോൾ ജനുവരി പകുതി വരെ കഴിഞ്ഞ 6 മാസക്കാലം SMVTയിലേക്കാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. KSRൽ എന്തോ യാർഡിൻ്റെ പണിയോ കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഷോർട്ട് ടെർമിനേറ്റ് ആയിരുന്നു. അതിൻ്റെ ടെർമിനേഷൻ സ്റ്റേഷൻ മാറ്റിയിട്ട് KSRൽ നിന്ന് നേരെ SMVT ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം KSRലേക്ക് തന്നെ ആക്കി. പക്ഷേ ഇന്ന് ഞാൻ പോകുന്ന ഈ ഡേറ്റിൽ ഈ വണ്ടി യശ്വന്ത്പൂർ വരെ ഷോർട്ട് ടെർമിനേറ്റഡ് ആണ്. അവിടെ യാത്ര അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. രാത്രിയിൽ നേത്രാവതി പാലം കടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ നേത്രാവതി പാലം കാണാൻ വേണ്ടിയിട്ട്. നല്ല എന്താ പറയണ്ടേ, സൂര്യനും ചന്ദ്രനും നിലാവിൻ്റെ വെളിച്ചവും എല്ലാം കൂടി ആയിട്ട് ഒരു ഡീസൽ വണ്ടി അങ്ങോട്ട് പോവുകയും ചെയ്തു. നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ്, പൂനെ എറണാകുളം പൂർണ്ണ.
അങ്ങനെ ഷെഡ്യൂൾ ടൈം പ്രകാരം തന്നെ 7:50 ആവുന്ന സമയത്ത് മംഗലാപുരം സെൻട്രലിലേക്ക് കയറുവാണ് കേട്ടോ. സാധാരണ ഈ വണ്ടി എപ്പോഴും നേരത്തെ എത്തുന്നതാണ്. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് നേരത്തെ ഇവിടെ കയറുന്നതാണ്. ഇത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ചെന്നൈ എഗ്മോർ മംഗലാപുരം വണ്ടി ഉണ്ടായതുകൊണ്ട് ഈ വണ്ടി ലേറ്റായി. ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഷെഡ്യൂൾഡ് ടൈമിന് തന്നെ ഇവിടെ എത്തി. ഒരു WDG3A ഉണ്ടോ, അവിടുത്തെ ഷണ്ടിങ് ഡ്യൂട്ടി ചെയ്യുന്നതാണ്. നമ്മുടെ KSR ബംഗളൂരു എക്സ്പ്രസിൻ്റെ ജനറലിൻ്റെ തിരക്കൊക്കെ കുറഞ്ഞു കേട്ടോ. ഇപ്പോൾ സീറ്റൊക്കെ അത്യാവശ്യം വേക്കൻ്റാണ് ജനറലിൽ. ഞാൻ ഏറ്റവും മുമ്പിലേക്ക് വന്നു. ഇവിടെ വെച്ചിട്ട് നമ്മുടെ വണ്ടിക്ക് ട്രാക്ഷൻ ചേഞ്ച് ഉണ്ട്. ഇലക്ട്രിക് മാറ്റിയിട്ട് ഡീസലാണ് ഇനി ഇവിടുന്ന് ബാംഗ്ലൂർ വരെ ഈ വണ്ടി പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇനി കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ്സിനെ മംഗലാപുരത്ത് നിന്ന് ബാംഗ്ലൂർ വരെ എത്തിക്കുന്നത് കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു WDP 4D ലോക്കോയാണ്. ഡീസൽ ലോക്കോ 40362 നമ്പർ. ഇവിടുന്ന് ട്രാക്ഷൻ ചേഞ്ച് ഉണ്ട് മംഗലാപുരത്ത് നിന്ന് ഈ വണ്ടിക്ക്. കപ്ലിങ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹോൺ അടിച്ചു, ഇനി കപ്പിൾ ചെയ്യും. അങ്ങനെ ലോക്കോ റിവേഴ്സലും ട്രാക്ഷൻ ചേഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇനി മംഗലാപുരം ജംഗ്ഷൻ വഴി നേരെ ഹാസൻ ആ ഒരു വഴിയിലേക്ക് കയറും. എന്നിട്ട് നേരെ യശ്വന്ത്പൂർ KSR ബംഗളൂരു. അങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത്. ഹാസനിലേക്ക് എത്തുന്ന സമയത്ത് നല്ല തണുപ്പായിരിക്കും കേട്ടോ. സുബ്രഹ്മണ്യ സക്ലേഷ്പൂർ ആ ഒരു റൂട്ടിലൂടെയാണ് പോകുന്നത്. ഘാട്ട് സെക്ഷൻ അല്ലേ, നല്ല തണുപ്പായിരിക്കും രാത്രിയൊക്കെ. അപ്പോൾ പയ്യന്നൂരിൽ നിന്ന് തുടങ്ങി മംഗലാപുരം വരെയുള്ള യാത്ര ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സമയം 8 മണിയായതേ ഉള്ളൂ. ഇനി നമ്മുടെ ഫസ്റ്റ് LHB റൺ നടത്തുന്ന വെസ്റ്റ് കോസ്റ്റ് ഇവിടുന്ന് എടുക്കുന്നത് 11:45-നാണ്. 3.25 മണിക്കൂർ ഇനിയും ബാക്കിയുണ്ട്. ഇനി എന്തെങ്കിലും പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കണം. LHBയുടെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ആ ഒരു വീഡിയോയ്ക്ക് ശേഷമായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ കണ്ണൂർ എക്സ്പ്രസ്സിന് നമുക്ക് ഒരു ദിവസം യാത്ര ചെയ്യാം, ഒരു end to end അടിക്കാം. ആ സമയത്ത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. ഇതിനു മുമ്പ് ഈ വണ്ടിക്ക് ഞാൻ കയറിയിട്ടുണ്ട്, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, അത് ഈ ഒരു വണ്ടിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.